ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് നമ്മുടെ തോട്ടത്തിലെ കുറച്ച് കലാവിരുദ്ധകൾ കണ്ടാലോ? എന്നാ വാ പോരി. വലിയ വിളവെടുപ്പൊന്നുമില്ല, കുറച്ച് മാങ്ങ, ആപ്പിൾ ചാമ്പക്ക, കർമൂസ, ഇതൊക്കെ തന്നെ. അത്യാവശ്യം കുറെ കിട്ടിയിട്ടുണ്ട്. വേനൽ മഴ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇത് പലതും താഴെ വീണ് പോവുക. എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല അല്ലേ? ഇത് നമ്മുടെ സുന്ദരിയായ ചാമ്പക്ക, അല്ല ആപ്പിൾ ചാമ്പക്ക. ഓക്ക് കൊണ്ടൊരു പേര്, അത് വിളിക്കാത്തത് എൻ്റെ മിസ്റ്റേക്ക്. അതെൻ്റെ അനിയത്തി. ഓക്ക് പിന്നെ പിറക്കാനും തിന്നാനും ഒരു മടിയുമില്ല. അതും ഒരു കഴിവാ അല്ലേ? ആ, ഒരു മൂത്ത കൊല ചിരിച്ചുകൊണ്ടിരിക്കുക ആള്. ഇവനെ ഇത്രേ കാണിക്കാനുള്ളൂ. മൂത്തതല്ലേ, അവിടെ നിന്നോട്ടെ. ഇനി ഓളെന്താ പറിക്കുന്നേ? കർമൂസ. കിട്ടിയതിൻ്റെ സന്തോഷം. ഇനി ഓക്ക് എന്നെ തിന്നാലോ. ഡാൻസ് ഒക്കെ ഉണ്ട് ഓളെ വക. ഇനി നമുക്ക് ഇത്ര നേരം കിട്ടിയതിനെയൊക്കെ ഇങ്ങനെ കാണിക്കാം. ഓളെ ഒരു വട്ടുകളികള് അല്ലേ? ഇനി കുറച്ച് പൂക്കളെ പറിക്കുന്ന രംഗങ്ങൾ. ഇഫ് യു ലൈക്ക് എ ഫ്ലവർ യു വിൽ പ്ലക്ക് ഇറ്റ്, ബട്ട് ഇഫ് യു ലവ് എ ഫ്ലവർ യു വിൽ വാട്ടർ ഇറ്റ് ഡെയിലി. സാഹിത്യം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒക്കെ മനസ്സിലാവോ? ഇത്ര നേരം പറിച്ചിട്ടും ഓക്ക് ഇതാ കിട്ടിയത്. പറിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കിയപ്പോ ചെടി ഇളക്കി മറിക്കുന്നുണ്ട് ആള്. അത് പോട്ടെ, ഇനിയിപ്പം എന്താ, കിട്ടിയതെല്ലാം ഇങ്ങനെ ഒരു വാഴയിലയിൽ എടുത്തു വെച്ച് കുറച്ച് ഷോഫൊക്കെ ആവാലോ. ഇനി തോട്ടത്തില് അല്ല, ഞാനൊരു കാര്യം വിട്ട്, ഈ മാങ്ങ പറിച്ചിട്ട് ഇൻസ്റ്റന്റ് അച്ചാറിട്ട് നോക്കാൻ നിങ്ങൾ. ആഹാ, അതിന്റെ രുചിയേ ഒന്നിനും കിട്ടില്ല. അല്ലെങ്കിലേ ഈ മാങ്ങ ഉപ്പിലിട്ട് എൻ്റെ പൊന്നോ അങ്ങ് തിന്നു നോക്കാണ്ട് നിങ്ങൾ, അതിനൊക്കെ ഒരു പ്രത്യേക രുചിയാ. അല്ലെങ്കിൽ കർമൂസ ആട് പഴുക്കുമ്പോളേ ഉമ്മാൻ്റെ വക ഒരു പപ്പായ ഷേക്ക് ഉണ്ട്. എൻ്റെ പൊന്നേ, അതിനൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേക രുചിയാണ്. പിന്നെ പൂവുണ്ട്, പൂവ് നമുക്ക് തിന്നാനൊന്നും പറ്റില്ലല്ലോ. ഇനി ഈ തോട്ടത്തില് അല്ല, ഇതിനൊരു പ്രത്യേക പേരിട്ടേക്ക്. വേറൊന്നുമല്ല, മുളങ്കാട്. അതെങ്ങനെ ശരിയാവാ? ഇവിടെ മുള, ജസ്റ്റ് വൈറ്റ് ഗായ്സ്, യു വിൽ സീ ഇറ്റ്. അതിനു മുമ്പ് ആടി ഇളയുന്ന മാങ്ങകളൊക്കെ ഉണ്ടല്ലോ. ഇതാ നോക്കി നിൽക്കുന്നുണ്ടോ? രാജാവ് രാജ്ഞിയൊക്കെ ഉണ്ട്. ഈ ഒരു മാസങ്ങളാവുമ്പോൾ മാങ്ങൻ്റെ ഒരു കളി തന്നെയാ. ഇവരെയൊക്കെ വെച്ച് അച്ചാറിടുമ്പോഴും പഴുത്ത മാങ്ങ തിന്നുമ്പോഴും ഉപ്പിലിട്ട് തിന്നുമ്പോഴും ഒക്കെ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക ഒരു രുചിയാണ്. അതാ മലയാളികൾക്ക് മാങ്ങകളോട് കുറച്ച് കൂടുതൽ സ്നേഹം തന്നെ. ഇനി നമ്മൾ നമ്മുടെ മുളങ്കാടുകളെ വിസിറ്റ് ചെയ്യാൻ പോവാ. കണ്ടോ, എത്രയോ മുളയുണ്ട്. ഈ മുളങ്കാടിൽ ഉറക്കം സമാധാനകരമാണ്. എനിക്കല്ല കേട്ടോ, പൂച്ചകൾക്ക്. ഞാനൊരു റീല് കണ്ടിരുന്നു, പൂച്ചകൾ ഉറങ്ങുന്ന സ്ഥലം ഏറ്റവും സമാധാനമുള്ള സ്ഥലമായിരിക്കും. പറഞ്ഞു തീർന്നില്ല. ഒരു പൂച്ച, ഒരു അന്യ പൂച്ച, അവൻ്റെ മുളങ്കാട്ടിലെ സുഖസുഷുപ്തിയാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ അവൻ ഇറങ്ങിക്കോട്ടെ. നിങ്ങളെന്താ നോക്കി നിൽക്കുന്നേ? ആ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് നെക്കിക്കൂട്. എന്നാ പിന്നെ ശരി, ബൈ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.